സോ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ റാങ്ക്ഡ് ഇപ്പോൾ SND കളിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഗൺസ്മിത്ത്സ് എല്ലാം തരുന്നതായിരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സൈഡിൽ കൂടി പോവാം. ഇത് കണ്ടു, ഈ മാക്ടൻ റീകോയിൽ ഇല്ലാത്തത് കേട്ടോ. ഇതിൻ്റെ ഗൺസ്മിത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. ട്രോഫി ഇടാം. ഇതിൽ കൂടി എനിമി വരില്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കറങ്ങി പോവാം. ബീൻ്റെ അവിടേക്ക് പോയിട്ട് ഇവിടെ എനിമി ഉണ്ടോ? ഇവിടെ ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് സൈഡിലേക്ക് അങ്ങനെ പോവാം. അതാ ഒരു എനിമി ഉണ്ട് കേട്ടോ. ഓക്കെ, മാക്ടൺ കൊണ്ട് കൊന്നിട്ട് ഇവിടെ എനിമി ഉണ്ട്. ഓക്കെ, അവിടെ എനിമി ഉണ്ട് കേട്ടോ. ഗ്രനേഡ് ഇട്ടോക്കെ കോൺടാക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടി തന്നെ പോവാം, ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെ കൊല്ലാൻ സാധ്യതയുണ്ട്. ഓക്കെ, സൈഡിൽ കൂടി ഈ ട്രിപ്പ് മൈൻ. ഓക്കെ, ഞാൻ ട്രിപ്പ് മൈൻ ചെയ്തു. പക്ഷേ അവൻ തന്നെ ചത്തു കേട്ടോ, സൂസൈഡ് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ ആരില്ലാന്നുണ്ട്. അതവിടെ തന്നെ. ഓക്കെ, കൊന്നു. നമ്മൾ ടീം HDR വെച്ച് സ്നൈപ്പർ കൊന്നിട്ടോ. വിക്ടറി. ഇപ്പം നമുക്ക് HDR എടുക്കാം. എല്ലാവരും HDR തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് HDR യൂസ് ചെയ്യാം കേട്ടോ ഗൈസ്. സ്ട്രെയിറ്റ് പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്ത് നോക്കാം ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആരില്ല എന്നാണ് തോന്നുന്നു കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്നൊരു കോണ്ടാക്ട് ഗ്രനേഡ്. ഓക്കെ, ഇവിടെ എനിമി ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പോൾ ഉണ്ടോ നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് ഇവിടേക്ക് അങ്ങനെ പോവാം. ഇവിടെ ചാടാ. ഇപ്പോൾ തിരിച്ച് ഇവിടെ നോക്കാം. ഓക്കെ, ഇതാ ഒരു എനിമി. ഓക്കെ, ഫോൺ ചെയ്യാം. രണ്ടെണ്ണം വന്നിരുന്നു ഗൈസ്. ഒരെണ്ണത്തിന് നമുക്കൊന്നു കേട്ടോ, പക്ഷേ വേറെ ഒരെണ്ണം നമ്മളപ്പം തന്നെ കൊന്നു. ഓക്കെ, നമ്മുടെ ടീമേറ്റ് ഇതാ 4 ആൾക്കാരുണ്ട്. ഇപ്പം 3 ആൾക്കാരായി. 3 HDR, 2 HDRും പിന്നെ ഒരു BP50 യൂസറാണെന്നുണ്ട്. അതെ, ഒരു BP50, 2 HDR യൂസേഴ്സ് ആട്ടോ. ഇവിടെ ഇല്ല. ഓക്കെ, ഒരാളെ കൊന്നു. ഇനിയിപ്പോൾ 2 ആൾക്കാരും കൂടി ഉണ്ട്. ക്രേസി ബ്രോസ് സെക്കൻഡിലാണ് കേട്ടോ. ഒരാളെ കൊന്നു. ഇപ്പോൾ 2 ആൾക്കാരുള്ളൂ. 2 ആൾക്കാർ സ്നൈപ്പർസോ HDR യൂസ് ചെയ്യണേ. ഇവിടെ ഗുഡ് മൂവ്മെൻറ്റ്. ഓക്കെ, ഓക്കെ, ഇവനെ ഒരാളെ കൊന്നു. ഇവൻ്റെ മൂവ്മെൻറ്റ് കുഴപ്പമുണ്ട്, പക്ഷെ അവൻ MSMC യൂസ് ചെയ്തു. അതുകൊണ്ട് ഇത്തിരി വേഗമായിട്ട് കൊല്ലാൻ പറ്റി, ഫാസ്റ്റായിട്ട് കൊല്ലാൻ പറ്റി. ഇവിടെ നിന്ന് നോക്കാം. അവിടെ നിന്ന് ഇനിമയുള്ള കേട്ടോ. ലേഡറിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. എന്താ ഇവിടെ നിന്ന് കിട്ടുമോ? ഓക്കെ, ഇപ്പോൾ സമയവും 10 സെക്കൻഡായി. അവന് വേഗം ബോംബ്ലാൻഡ്, ഇല്ലെങ്കിൽ കളി വേഗം കഴിയും ഇപ്പോൾ. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ കളി കഴിയുന്നതായിരിക്കും. ഓക്കെ, കളി കഴിഞ്ഞു. 2-0 ഉണ്ടോ ഗൈസ്. ഓക്കെ, ഇപ്പം ഞാൻ വന്നിട്ട് എൻ്റെ ബൈസനും XM4 ഇടാം. ബൈസൻ്റെ റീകോയിൽ ഇല്ലാത്തതാണ്. പിന്നെ XM4ഉം റീകോയിൽ ഇല്ലാത്ത വേഗം കില്ല് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കോൺടാക്റ്റ് ഏരിയ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, XM4 കൊണ്ട് നോക്കാം. ഓക്കെ, അവിടെ വരുന്നതിനെ കണ്ടു. റീകോയിൽ ഇല്ലാത്ത XM4 കേട്ടോ. ഇതിൻ്റെ ഗൺസ്മിത്ത് ഒക്കെ എല്ലാം ഉണ്ടാവും. എൻ്റെ ലോഡ് ഔട്ട്സ് ഫുൾ ഗൺസ്മിത്ത് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഇവിടെ ആരില്ല. നമുക്ക് താഴ്ത്തിറങ്ങി നോക്കാം. അതിപ്പോൾ വന്നിട്ട് നമുക്ക് ഓക്കെ, ബൈസൺ. ഓക്കെ, ഇപ്പോൾ കണ്ട റീകോയിൽ ഇല്ലാത്തതാ. ഓക്കെ, അയ്യോ. ഓക്കെ, 50 GS കൊണ്ടുണ്ടാകുന്നത് നമ്മളെ. 2 സ്നൈപ്പർ. അതിപ്പോൾ നമുക്കൊരു ഇത് ഇട്ടിട്ടില്ലേ,
ന്യൂ മൂവ്മെൻറ്റ് അപ്ഡേറ്റ്സ് ഇൻ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ബ്ലാക്ക് ഓപ്സിൻ്റെ അപ്ഡേറ്റ് ആട്ടോ കൊണ്ടുവരുന്നത്. അതിൽ വന്നിട്ട് XM4ൻ്റെ മൂവ്മെൻറ്റ് തന്നെ ഇങ്ങനെ മാറും. അപ്പോൾ XM4 ഇപ്പോൾ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് ഇത്തിരി ഇഷ്ടമാവുകയും ചെയ്യും, പിന്നെ നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് BP50യും തണ്ടർ വെച്ചിട്ടാണ് കേട്ടോ കളിക്കണേ. 25 മീറ്ററിൽ ഒരാളുണ്ട്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോവാന്. ഓക്കെ ഓക്കെ കൊല്ലു. ഓക്കെ അതെ, ഗുഡ് ജോബ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോഴേക്കും അവനെ കൊന്നു. എന്നാലും ഞാൻ ബോംബ് ഡിഫ്യൂസ് ചെയ്തു. അപ്പോൾ 3-0 കേട്ടോ. എനിക്ക് കപക്കെട്ടും കോൾഡും ഉണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷീബ സ്കോപ്പ് യൂസ് ചെയ്യാൻ പോകും കേട്ടോ. ഷീബ സ്കോപ്പ് DLQ. ഓ, മിസ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ആരും വരുന്നില്ല. ഓക്കെ, നമുക്ക് അവിടെ നോക്കാം കേട്ടോ. അവിടെ ആരും വരുന്നില്ല. അതോ അവിടെ ഒരാളുണ്ട്. അവനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. അവിടെ ഒരാളുണ്ട്. നമ്മളെ കൊന്ന ആൾ തന്നെയാണ്. ഇതിന് മുമ്പ് 50 GS കൊണ്ട് കൊന്നു. ഓക്കെ, നമ്മൾ റിവെഞ്ച് എടുത്തു. 50 GS കൊണ്ട് കൊന്ന ആളെ തന്നെ നമ്മൾ തിരിച്ചിപ്പോൾ കൊന്നിരിക്കുന്നതാണ്. ഇവിടെ ഫുള്ളും നമുക്ക് കറങ്ങി നോക്കാം കേട്ടോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ആരുമില്ല. ഇവിടെ ഒരെണ്ണം, പിന്നെ അവിടെ ഒരെണ്ണം ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കറങ്ങി പോവാം. ഇതിൽ കൂടി ഇങ്ങനെ കയറാം. ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ട് കേട്ടോ. അവരുടെ ടീമിൽ ഒരാളുള്ളൂ. ഓക്കെ ഓക്കെ, എൻ്റെ ബാക്കിലായിരുന്നു. അയ്യോ, പറ്റിയില്ല. മീലിയോണ്ട് കൊല്ലാൻ വിചാരിച്ചത്, പക്ഷെ കിട്ടിയില്ല. പക്ഷെ നമ്മുടെ ടീമേറ്റ് കൊന്നു. അപ്പോൾ ഓക്കെ, ക്രേസി ബോസ് ഡബിൾ കിൽ. ഇപ്പോൾ 4-0 കേട്ടോ. നമുക്ക് തണ്ടർ എടുക്കാം. ഇങ്ങനെ കയറാം നമുക്ക്. ഇവിടെ എല്ലാ ഭാഗത്തും ഉണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു എനിമിയുണ്ട്. നമ്മളത് കണ്ടെന്ന് ഉണ്ടാവാൻ. ഇപ്പം നമ്മളെ സ്കോപ്പ് ചെയ്തായിരിക്കും വരണമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മളെടുത്ത ബോംബ് ഹെഡ് ഷോട്ട്. ഓക്കെ, ഇപ്പോൾ സ്ട്രെയിറ്റ് എക്ക് കയറാം. ടാർഗറ്റ് ഇവിടെ എനിമി ഉണ്ടോ? ഇവിടെ എനിമി. ഓക്കെ, കൊന്നവൻ. ഓക്കെ, തിരിച്ചും 5v1 കേട്ടോ. എനിമി വന്നിട്ട് ആകെ ഒരാളുള്ളൂ. ഞങ്ങളുടെ ടീമേറ്റ് 5 ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇവിടെ എനിമിയുണ്ട്. ഓക്കെ ഓക്കെ, കൊന്നു ഗൈസ്. മെഷീൻ പിസ്റ്റൽ കൊണ്ടുണ്ടോ കൊന്നേ. വിക്ടറി. ഓക്കെ, ക്രേസി ബ്രോസ് ഞാൻ തന്നെയാണ് MVP. നമുക്ക് നോക്കാം MVP മൂവ്മെൻറ്റ്സ്. തണ്ടറുകൊണ്ട് ഹെഡ് ഷോട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഗൺസ്മിത്ത്സ് ആൻഡ് ലോഡ് ഔട്ട്സ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ലോഡ് ഔട്ട്സിൽ പോവാം. ഓക്കെ, ഫസ്റ്റ് തൊട്ട് കാണിക്കാം. ഫസ്റ്റ് HDR കേട്ടോ നമ്മുടെ. അതിൽ ഞാൻ ട്രയൽ ലോഡ് ഔട്ട് വെച്ചേക്കാം, സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ HDRൻ്റെ ലോഡ് ഔട്ട് ചെയ്താൽ കേട്ടോ. ഇത് വന്നിട്ട് റെക്കമെൻഡ് അറ്റാച്ച്മെൻറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് വേറെ അങ്ങനെ ഒന്നുമില്ല, റെക്കമെൻഡ് അറ്റാച്ച്മെൻറ്റ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഈ പെർക്സൊക്കെ നോക്കിക്കോളൂ. ടാക്ടീഷ്യൻ, പിന്നെ കോൺടാക്ട് ഗ്രനേഡ്, മറ്റേ ഗ്രനേഡ്സ് അങ്ങനെ അറിയാനുണ്ട്. പിന്നെ കട്ടാന ഡാർക്ക് സ്ട്രോമിനായിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ലോക്കസ് പ്ലാസ്മ എക്സ്പ്ലോഷൻ ഉണ്ടോ. OVC സ്കെൽട്ടൺ സ്റ്റോക്ക് ഇതുണ്ട് കേട്ടോ. ഇത് ഫാസ്റ്റ് മൊബിലിറ്റിയാണ്. റെക്കമെൻഡ് അറ്റാച്ച്മെൻറ്റ്സ് ആണ്, പക്ഷേ FMG അല്ല ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ അസോൾ നൈഫ്. പിന്നെ സെക്കൻഡ് വന്നിട്ട് ബൈസൺ XM4 ഞാൻ പറഞ്ഞത്. ഇത് വന്നിട്ട് നോ റീകോയിൽ തന്നെ കേട്ടോ. സ്റ്റിപ്പിൾഡ് ഗ്രിപ്പ് ടേപ്പ്, OVC മാർക്സ്മാൻ, മോണോലോത്തിക് സപ്രസർ, വൈൽഡ് ഹിപ്പ് ഫയർ. XM4 ഇതും റീകോയിൽ ഇല്ലാത്തതാട്ടോ. അത് നല്ല
വേഗം കില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉസ് ഉണ്ട് നമ്മളുടെ അടുത്ത്, ഉസ് 9. ഇത് നല്ല ഗൺസ്മിത്താട്ടോ. പിന്നെ ചിക്കോം, ഇതും നല്ല അടിപൊളി ഗൺസ്മിത്ത് തന്നെയാണ്, വേഗം കില്ല് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷോട്ട് ഗൺ ഉണ്ട്, KRM R9 എന്ന് വെച്ചേക്കണേ. മോഡർ സപ്രസർ RTC, ഇത് നല്ല റേഞ്ച് നല്ലോണം കിട്ടുന്നതാണ്. പിന്നെ R9 ഇതും നല്ല റേഞ്ച് ഉണ്ട്, വേഗം കൊല്ലാൻ. 2 ഷോട്ടിന് നല്ല ലോങ് റേഞ്ചിലൊക്കെ. പിന്നെ തണ്ട്ര, ഇത് വന്നിട്ട് നമ്മുടെ റാങ്കിനാട്ടോ, റാങ്കിനാണിത്, റാങ്കിന് പറ്റിയതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് മാഗൊക്കെ ഇല്ലെങ്കിൽ 7 റൗണ്ടും വെക്കാം കേട്ടോ. ഫാസ്റ്റ് മാഗ് ഞാൻ വെച്ചേക്കുന്നത് മൊബിലിറ്റി ഇത്തിരി കൂട്ടി തരും, ഫാസ്റ്റ് ADS ചെയ്യാൻ പറ്റും. 7 റൗണ്ടും വയ്ക്കുക, അപ്പോൾ മൊബിലിറ്റി 41 ആവും. ഇപ്പോൾ എൻ്റെ 43 പിന്നെ സ്പിയർ ഗ്ലേഷ്യൽ, പിന്നെ നെക്സ്റ്റ് ഷീബാസ്കോപ്പ് DLQ3. ഇത് ഏത് DLQ3 ആണെങ്കിലും ഫാസ്റ്റ് ADS തന്നെ കേട്ടോ, മൊബിലിറ്റി 42 ഇത് നോർമൽ DLQവിന് വെച്ചാലും ഫാസ്റ്റ് ADS തന്നെ ആയിരിക്കും. പിന്നെ അസോൾട്ട് നൈഫ് വെച്ചേക്കണം അതിൻ്റെ ഒപ്പം. പിന്നെ മാക്-10, ഇത് ഞാൻ റീകോയിൽ ഇത് വന്നിട്ട് നമ്മളുടെ ഇതല്ല കേട്ടോ, റെക്കമെൻഡ് അറ്റാച്ച്മെൻറ്റ്സ് അല്ല, വേറെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം J358, ഇത് ഡീഫോൾട്ട് ലുക്ക് ഞാൻ വെച്ചേക്കണായിരുന്നു. ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഡീഫോൾട്ട് ലുക്ക് ഇല്ലെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡറി J358 വെച്ചേക്കണേ. ഇത് വന്നിട്ട് ഞാൻ വെറുതെ വെച്ചാണ്, മീൻസ് ലോക്കസ് ഇലക്ട്രോൺ അറിയായിരിക്കും, ലെജൻഡറി ലോക്കസ് സ്നൈപ്പർ, അതിനെ ഉദ്ദേശിച്ച് വെച്ചാണ് വെറുതെ. 2 ഷോട്ടും ലോങ് റേഞ്ചിലൊക്കെ നല്ല ഗൺസ്മിത്താണ്. ഇനിയിപ്പോൾ 8 LW3 തണ്ട്ര, ഇത് വന്നിട്ട് ഞാൻ മാക്സിമം പറയണത് 1v1 ഒക്കെ ചെയ്യൂലേ സ്നൈപ്പർ, അപ്പോൾ ഇത് യൂസ് ചെയ്യുക. ഇത് വന്നിട്ട് ഒരു ബീസ്റ്റ് തന്നെയാണ് 1v1ൽ, നല്ല 55 ഉണ്ട് മൊബിലിറ്റി. അത് ഞാൻ എൻ്റെ റെക്റ്റിക്കൽ വന്നിട്ട് ടോപ്പ് നോച്ച വെച്ചേക്കണേ, റെക്റ്റിക്കൽ ടോപ്പ് നോച്ചാട്ടോ. പിന്നെ ഇപ്പോൾ പുറത്തേക്ക് പോവാ. പിന്നെ അസോൾട്ട് നൈഫ്, എൻ്റെ മിക്ക സ്നൈപ്പേഴ്സിനും ഞാൻ അസോൾട്ട് നൈഫാണ് വെച്ചേക്കണേ, ചിലതിനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിന് കറമ്പിറ്റ കോഷ്ക, ഇതും ഫാസ്റ്റ് ADS തന്നെ, 46 ഉണ്ട്, ടോപ്പ് നോച്ച് റെക്റ്റിക്കൽ. കറമ്പിറ്റ് വിഷൻ ഉണ്ട്, ഇതിപ്പോൾ വിഷനാണ് ഞാൻ വെച്ചേക്കുന്നത് സെക്കൻഡറി ആയിട്ട്. ആംപ്ഡ്, ഇത് നിങ്ങൾ കോഷ്കയിലും ഫാസ്റ്റ് സ്വിച്ച് പെർക്കും, പിന്നെ നമ്മളുടെ ഗ്രീൻ പെർക്കിലും ആംപ്ഡ് വെച്ചാൽ കോഷ്കയും കറമ്പിറ്റും നല്ല രസമായിരിക്കും കേട്ടോ യൂസ് ചെയ്യാൻ. ഇത് പിന്നെ ഈ LV300 നിങ്ങൾക്ക് റാങ്കിൽ യൂസ് ചെയ്യാം, 1v1ൽ യൂസ് ചെയ്യാം, ഭയങ്കര അടിപൊളിയാട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡറി മെഷീൻ പിസ്റ്റൾ, ലാസ്റ്റ് കില്ല് ഞാൻ ഇതുകൊണ്ടാണ് എടുത്തത് സ്റ്റാൻഡഫിൽ. ഇത് വന്നിട്ട് ഫയർ റേറ്റ് 117 റീകോയിൽ ഇല്ലാത്തതാണ് കേട്ടോ. റെക്കമെൻഡ് അറ്റാച്ച്മെൻറ്റ്സ് അല്ല ഇത്, നോക്കിക്കോളൂ. അതിപ്പോൾ ഈ 7ൽ ഞാൻ മാക്-10 കാണിച്ചു തന്നില്ലേ, അത് വന്നിട്ട് ആദ്യം മാക്-10 ആയിരുന്നില്ല, അതിൻ്റെ മുമ്പ് വന്നിട്ട് ഞാൻ BP50 ആയിരുന്നു അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ BP50 കാണിച്ചു തരാം, അതിൻ്റെ ലോഡ് ഔട്ട് കാണിച്ചു തന്നോളാം. ഇതായിരുന്നു, ഇതല്ലല്ലോ, എന്താ ഇതായിരുന്നിട്ടോ അതിൻ്റെ ലോഡ് ഔട്ട്, ഇതായിരുന്നു അതിൻ്റെ ലോഡ് ഔട്ട്. ഇതും നല്ല അടിപൊളി വേഗം കില്ല് ചെയ്യാൻ പറ്റുന്ന ലോഡ് ഔട്ട് ഉണ്ടോ ഗൈസ്, ഇത് വേഗം കില്ല് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് തന്നെ മാക്-10 തന്നെ വെക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഓവർ കില്ല് വയ്ക്കുക, M4ൽ പോവുക, SMGയിൽ പോവുക. പിന്നെ ഞാൻ ഇപ്പോൾ ഫെനൊക്കെ വെക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഇപ്പോൾ ബാലോറിനാണ്, ഇത് ഇപ്പോൾ കാണിക്കുന്നത് ബാലോറിനാണ്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ വെക്കാറുള്ളത് ബാലോർ തന്നെയാണ്, ബാലോർ എന്ന് പറയുന്ന ആൾ. ഇത് വന്നിട്ട് ഇതിൽ വന്നിട്ട് ഞാൻ ഇപ്പോൾ എല്ലാം റീസ്റ്റോർ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം റീസ്റ്റോർ ചെയ്തിട്ട് ബാലോറിൻ്റെ ഫെനക്കിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് കാണിച്ചു തരാം. ഒപ്റ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ബാലോറിൻ്റെ ഫെനക്കിന്, പക്ഷേ ചില ആൾക്കാർക്ക് എക്സ്റ്റെൻഡഡ് മാഗ് A വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഫാസ്റ്റ് റീലോഡ്, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ ഇത്രയും കൂടി ഇത് കിട്ടും. ഇതുണ്ടോ ബാലോറിൻ്റെ ലോഡ് ഔട്ട്. ഈ റെഡ് സ്പ്രൈറ്റിന് ബാലോർ യൂസ് ചെയ്യാറ്, എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡ് സ്പ്രൈറ്റ് ഇല്ല, പവർ നോവ ഉള്ളൂ. രണ്ടും ഫാസ്റ്റസ്റ്റ് ഗണ്ണാണ് ഈ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൽ തന്നെ. ആ രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ
ഓക്കെ എന്നാൽ ബൈ. ഒരു ഇമോട്ട് കാണിച്ചു തരാം, ബിഗ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇമോട്ട്. Okay, bye guys. Don't forget to subscribe.